ബക്രി ഒരു വ്ളോഗാടാ. എല്ലാവരും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. കേസ് അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇൻട്രോയോ ഔട്ട്രോ ഇല്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ വ്ളോഗാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ വ്ളോഗിലുണ്ട്. ഇവിടെ മുഖത്ത് പ്രതിഫലിച്ചു. ഗേസ് ഇവനൊരു അനിയനും കൂടെ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ജനിച്ചിട്ടുണ്ടല്ലേ? അതെ 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 അതെ. ബാബു ചിലരെയൊക്കെ കൈയോടെ പൊക്കിയിട്ട് കൂടിയുണ്ട്. ഒരുപാട് ഫണ്ട് നിറഞ്ഞ വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി അത് കണ്ടിട്ട് വാ. ഗൈസ് അപ്പൊ വാസ്കോ എവിടെ പോയി? ജിമ്മിലല്ലേ? ജിമ്മിൽ തന്നെ ആണോ എന്തോ? കയ്യില് സാധനങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ടുണ്ട് എന്തായാലും. ഐസ്ക്രീം ആ പറയുമ്പോ ചോദിക്കണോ ചേരുന്നത് ഈ തൈര് എന്തിനാ? അല്ല ഡയറ്റുള്ള ഒരു തൈര് എന്തിനാ? അപ്പൊ എന്തോ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഉണ്ടല്ലേ. ഞാൻ ബൂട്ട് ക്യാമ്പിൽ വന്നപ്പോ വാസ്കോ മാത്രമേ കാണാനല്ല വാസ്കോനെ. അപ്പോഴേ ഓർത്ത് വാസ്കോ ജിമ്മിൽ പോയിണ്ടാവുന്നുള്ളത്. എടാ ഇല്ല ആരും മനസ്സില്ല. വെയിറ്റ് അതല്ല ജിമ്മൊക്കെ എങ്ങനെ പോകുന്നു? വെയിറ്റ് ഒക്കെ ലൂസ് ആവുന്നുണ്ടോ? സെറ്റ് അല്ലേ? എന്തായാലും നമ്മളെല്ലാരും ഗൈസ് ഇപ്പൊ 3 ദിവസം ജിം പോയിട്ട് ഓക്കെ 8 ദിവസം അയക്കണേ. എന്തായാലും നമ്മുടെ വ്ളോഗിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിരിക്കും. അത്രയുള്ള ഗൈസ്. എടാ ആരും എണിച്ചിട്ടില്ല, എല്ലാവരും പോത്തൂലെ കിടന്നുറങ്ങാണ്. ബക്രി കോളേജിൽ പോയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓള് നോക്കി നോക്കാം. ഇത് ടോക്കിയല്ലേ? അയ്യോ അയ്യോ ഇതെന്താണ് കിടന്ന് ഉറക്കടാ എളിക. ഇത് റെഡി ആയിട്ട് വന്നാണ് ഉറക്കം അടിച്ചു വന്നാണ്. ഗൈസ് വേറൊരു കാര്യം, ഇത് വാസ്കോ ഏക്കേക്ക് എന്താ പറയാ ഷൂട്ടിനൊക്കെ വേണ്ടി കൊടുത്ത ഡ്രസ്സാ. പുതിയ ഡ്രസ്സല്ല, പുതിയ ഡ്രസ്സാ. ഇപ്പൊ ഇതിട്ടാ ഉറങ്ങുന്നത്, ഇതിട്ടാ ബാത്റൂം പോകുന്നത്, എല്ലാം അങ്ങനെ. ഗൈസ് രണ്ടും കൂടി ഉറങ്ങി. പെട്ടെന്ന് എണീക്ക്, നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. പെട്ടെന്ന് എണീക്ക്. അതൊക്കെ ഇടിച്ചിട്ട് പറയാ. റെഡി ആകും ആദ്യം. നമ്മള് നൈറ്റ് വേറെ സ്ഥലത്ത് വരെ പോകുന്നുണ്ട് വാസ്കോ. നീ പറയും പോലെ എന്താ ഇവിടെ പോണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മള് ടിക്കറ്റ് ബുക്ക് ആക്കി. ചെറുതായിട്ടുണ്ട്. എന്തേ എടാ നിങ്ങൾ എവിടെ പോണെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൂടെ നീയും പോകണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം എന്താ? ഗൈസ് എന്തോ വീഡിയോ ഇടാണ്ടത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ പോക്ക് കാണിച്ചു വാസ്കോ. ഇപ്പൊ സിനിമയില്ല, അതുമില്ല, ഒന്നുമില്ല. ഇല്ലല്ല ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ പോകണം. സമയം 11 മണിയായി. എണിച്ചോ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കള്ളനോട് എണിച്ചിട്ടുണ്ട്. കള്ളൻ ബാത്റൂമിൽ വന്നിട്ടുണ്ട്. കള്ളാ ബാ ഫുഡ് കഴിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഫുഡ് വെച്ചിടാം ഗൈസ്. അപ്പൊ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുത്തവിടെ ഉറക്കുന്ന എണിച്ച് വന്നിട്ടുണ്ട്. മുടിയൊക്കെ നന്നെ സുന്ദരനായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഫുഡ് നമുക്ക് പുട്ടാണുള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ സാമ്പാറുണ്ട് ഗൈസ്. ഓക്കെ സ്പെഷ്യലാണെന്ന്. ഇത് ചേച്ചിയില്ലാത്തതുകൊണ്ട് ഇത്താണ് ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത്. എടാ എന്താണ് ഇന്നത്തെ പ്ലാന്? വ്ളോഗ് എഡിറ്റ് ചെയ്യണ്ടല്ലേ ഗൈസ്? നമ്മുടെ മൊത്തത്തില് പരിപാടി ഗൈസ്. നമ്മുടെ വീട്ടോക്സിലെ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് അവിടെ ഏക്കയാണ്. ആൻഡ് അതുപോലെ തന്നെ ഏക്കൊക്കെ വേറെ എന്തൊക്കെ വീഡിയോ കംപ്ലീറ്റ് ആക്കേണ്ടത്. അവിടെ ഇന്ന് വീട്ടിൽ പോക്കില്ലല്ലേ? ഇന്ന് 6 മണിക്ക് വീട്ടിൽ പോകുന്ന പറഞ്ഞാ ഇതായിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്. എടാ കൊമ്പടെ ഗൈസ് എണീച്ചിട്ടില്ല. സമയം നോട്ട് ചെയ്തോ? സമയം എത്രയാണ്? അപ്പൊ സമയം എത്രയാ ഇപ്പൊ? 11 മണിയായിട്ട് ഇവിടെ ഫുഡൊക്കെ വന്നിട്ടില്ല. മുമ്പൻ കുടിക്കും ഗൈസ്. ഇപ്പോ സമയം 1:30 ആയിട്ടുണ്ട്. ഉച്ചക്ക് 1:30 ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരാൾ നമ്മുടെ ബൂട്ട് ക്യാമ്പിലുണ്ട് ഗൈസ്. ബൂട്ട് ക്യാമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അല്ല, കോയമ്പത്തൂർ പോയിക്കാണ്. കുറച്ച് ഉഴപ്പ് പരിപാടിയും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? അത് കഴിക്കാതെ ഇത്തന്നിനവിടെ വെയിറ്റ് ചെയ്തൊക്കെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. വേണ്ടാന്നോ? ഇതെന്താ വീഡിയോ വരുന്നുണ്ടാ? എന്ത് വീഡിയോ? മൈൻക്രാഫ്റ്റിന്റെ? ഓ എന്നാ വരിക? ആണോ? അശ്ശോ. പക്ഷേ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ സെറ്റ്. അതല്ല ആ വീഡിയോ എപ്പോഴും വരാം?
വൈകുന്നേരം 6:30 to 7 ഓക്കെ ബ്രോ പോയി ഫുഡ് കഴിക്കാണ്ട് പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. ഒക്കെ വേണ്ടിട്ട് ദോശയും സാമ്പാറും അവിടെ കിടക്കുന്നുണ്ട്, പോയി കഴിക്കും. ആ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടാപ്പി ആ ദോശ കുട്ടാ, ദോശ തണുത്തിട്ടുണ്ടാവും, പോയി തിന്നു അവിടെ. കാര്യം പോയി കഴിക്കുക, ഉച്ചകളിൽ സീരിയസില് പോയി കഴിക്കുക. അത് ഉണ്ടാക്കി വെച്ചിട്ട് ചേച്ചി ഇല്ലാത്തോണ്ട് ഇത്ര രാവിലെ 5:30 അടിച്ചിട്ടാ ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് അത് തിന്നാണ്ട് ഇത്തോണ്ട് ഇരിക്കുന്ന ചെല്ലും നിനക്കുള്ള കിട്ടും. ആ ഗൈസ്, നമ്മളെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നെങ്ങാനും ഇന്ന് വ്ളോഗ് എഡി റോമൻ റോമൻ ആണോ നോക്കട്ടെ, സൗണ്ട് ഉണ്ടാക്കിയ റോമ ശബ്ദം ഉണ്ടാക്കാൻ. കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വ്ളോഗ് എന്തായി 4 മണിക്കല്ലേ? 4 മണിക്കാ വ്ളോഗ് ഉണ്ടെന്ന്, പക്ഷേ 2 വരെ സാധനം കുത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ വ്ളോഗിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അത് പോയി നിന്നെ കളിയാക്കുന്നവല്ലോ. തന്തയ്ക്ക് വിളിച്ചവൻ. വ്ളോഗ് ഒന്നും വരുമില്ലെന്ന് അറിയില്ല. ഇന്ന് വാരത്തില് 100% എക്കാനിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിരുന്ന് ചെയ്യും വീഡിയോ കാണാൻ. ഇന്ന് വരണം. 1:30 ഇനി എക്സ്പോർട്ട് ചെയ്യാൻ 2 മണിക്കൂർ വേണം. ഇന്നിറങ്ങാനാ പിന്നെ എന്തായാലും നല്ല ആളെയാണ് വീഡിയോ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. ഇനി എവിടെ പോയി വെള്ളം പോലും തരില്ല, എഡിറ്റ് ചെയ്തിട്ട് വെള്ളം കുടിച്ചാൽ മതി. വീട്ടോക്സ് കേട്ട് മതി ടോക്കിന്റെ ചാനല് കേട്ടല്ല. ഇവിടെ കൂട്ടത്തിൽ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവൻ ആകെ ടോക്കാണ്, അതുകൊണ്ട് ഏൽപ്പിച്ചാണ്. ഇതിപ്പോ എടങ്ങാറായോ? ഓ ശാന്തമാ ഓ നിങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് അല്ലേ, ലേറ്റ് ആയിട്ടല്ലേ വരുള്ളൂ. ഗൈസ് ഇപ്പൊ ചോറ് ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്ന കളർ കൊമ്പൻ ചോർ ആൻഡ് ഇതെവിടെ കറിയോടെ മീൻകറി സാമ്പാർ. എടാ വേറെ എന്തോന്നും കൂടി ഉണ്ട്. മോര് കറി ഉണ്ട് ഗൈസ്, അതുപോലെ തന്നെ അവിയലുണ്ട്. ഓക്കെ എടാ നിനക്ക് കിട്ടിയില്ലേ ദോശയും സാമ്പാറും കിട്ടിയില്ലേ? കൊമ്പന് ദോശയും സാമ്പാറിന്റെ ഓടി വന്നതാ, നോക്കുമ്പോ പുട്ടും സാമ്പാറും. ഓക്കെ ഗൈസ്, അപ്പൊ കഴിച്ചോ. അതെ ഇല്ലല്ല, ഞാൻ ജാബി ഞങ്ങള് സ്ട്രീമേഴ്സ് ഉള്ളവരൊക്കെ ആദ്യം കഴിച്ചു. നമുക്കൊരു സ്ഥലം വരെ പോണം, ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. എപ്പുറത്തോട്ട് പോണേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ പോണ് പറഞ്ഞ് പോയിട്ട് വരാം. ഇങ്ങോട്ടായിരുന്നോ? വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ചേച്ചി ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അതെ അപ്പൊ ഇത്ത മാത്രമേ ഉള്ളൂ. അതും ഇത്ത 5:30 എണീച്ചിട്ട് എന്തോ ഫുഡ് 5:30 എണീറ്റ് ഇത്ത ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചപ്പോ ഇപ്പൊ കൊമ്പം ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഇത്ത 5:30 എണീറ്റ് ഫുഡ് കഴിച്ചല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വാട്ടർ ലെമൺ മേടിച്ചു, തണ്ണിമത്തൻ ജ്യൂസ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അത് ചുമ്മാ ഇത്ത പറഞ്ഞ പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം റാശി? വാങ്ങിക്കൊടുക്കണം. നമുക്ക് തണ്ണിമത്തൻ മേടിച്ചോണ്ട് വന്നിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാം. അത് നല്ലൊരു കാര്യം. അപ്പൊ നമ്മൾ തണ്ണിമത്തൻ വാങ്ങിട്ട് തണ്ണിമത്തന്റെ കൂമ്പാരമാണ് കഴിച്ചു ഇവിടെ. സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ കഴിച്ചു, ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെയാണ്. മാക്സിമം ഇങ്ങനത്തെ വെള്ളം കുടിക്കുക, ഇതൊക്കെ നമുക്ക് വെറുതെ കുടിച്ചോണ്ടിരിക്കാൻ പറ്റും. അതെ മാതിരി ചൂടാണ് കഴിച്ചു, ഭയങ്കര ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. മാക്സിമം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. കഴിച്ച് ഇത്താക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ സാധനം നമ്മൾ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകിയൊന്ന് വാഷ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ സഹായത്തിന് നമ്മുടെ ജാബിർ എഡിറ്റർ കം ക്യാമറാമാൻ കം ആളിൻ കം ഇത്തന്നെ മുഖത്തുള്ള ഒരു തെളിച്ച അതന്നെ. ഇത് ഫുള്ള് ഇതാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്ത ഒരു ടിപ്പ് പറഞ്ഞു ഗൈസ്. തണ്ണിമത്തനും മിൽക്ക് മെയ്ഡും പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാധനം കിട്ടുമെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പൊ നമ്മള് മിക്സിയിലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഫൈനലി ഇത്താക്ക് സ്പെഷ്യൽ തണ്ണിമത്തൻ ജ്യൂസ്. വരുമ്പോ കുടിക്കാനുള്ളത് ഇത് കുടിയൂ. ചിയേഴ്സ്.
ടേസ്റ്റ് ഉണ്ടെന്ന് പറയണേ. ഇല്ലെങ്കിൽ തണ്ണിമത്തനെ കുറ്റം പറയാം. ആ തണ്ണിമത്തൻ. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റടാ. തണ്ണിമത്ത വെച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കല്ലേ. വെറുതെ തണ്ണിമത്ത തിന്ന് തീർത്തു. തണ്ണിമത്ത കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ സാധനം കിട്ടില്ല. ബൂട്ട് ക്യാമ്പിൽ 4 ബൈക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് ഡിയോ, ഒന്ന് നമ്മുടെ കുമ്പന്റെ RC 390, വക്രിയുടെ ഡോമിനാർ, പിന്നെ അവിടെ കള്ളൻ നാട്ടിൽ എക്സ്പോർട്ട് ചെയ്തൊരു കിടിലായിട്ടുള്ള ഗൈസ് പൾസർ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ ഗൈസ്, അപ്പോ എല്ലാരും കൂടെ കൂടി ചേർത്തിട്ടുണ്ട്. ഭയങ്കര വെയിലാണല്ലോ, വെട്ടി തിളങ്ങും എല്ലാരും. അതെ അതെ അതെ, ഭയങ്കര വെളിച്ചം. വക്രിയ ഓ വാടാ ഓടുന്നത്. വേറെ കാര്യം, കൊമ്പനും വാസ്കോയും എല്ലാം എല്ലോ ഇവിടെ വാ ഇല്ലേ 7 പേരും കൂടി എങ്ങിട്ടാ ഗൈസ്. അപ്പൊ നമ്മള് എല്ലാവരും ചാവടിക്കാൻ വേണ്ടി കൊമ്പ് വണ്ടി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കള്ളൻ കാർ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ പോയിട്ട് വരാം. ചായക്കടയിൽ എന്തോരു തിരക്കാന്നറിയോ. അയ്യോ എഡിറ്റർ എന്ന് പറയാണ്ട് പറഞ്ഞു. ആ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോ അങ്ങ് എടുത്ത് കോളാക്കി ഇടുന്ന എന്തായാലും കൊമ്പൻ ലൈറ്റ് അല്ലേ. അല്ല നീ ഡയറ്റിലല്ലേ, നീ എന്തിനൊക്കെ ചെയ്യുന്നത്? അങ്ങനെ കുഴപ്പമില്ല. ആറ്റുനോട്ട് ഓൺലൈനിൽ ഒരു സാധനം എടുത്തായിരുന്നു. സത്യം പറയല്ലേ, നമ്മളോട് പറഞ്ഞു ട്രാക്ക് സൂട്ട് മേടിച്ചോ ഫ്രീ കിട്ടിയാന്ന്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ആ ടീഷർട്ട് അല്ലേ ഫ്രീ ആയിട്ട് മേടിച്ചേ. എന്നിട്ട് ട്രാക്ക് ഞാൻ കാണിച്ചോടുന്ന ട്രാക്ക് സൂട്ട് ഒരു ടീഷർട്ട് വാങ്ങിയിട്ട് വൺ ഷോ ഗൈസ്. ഇവിടെ വൺ ഷോ നമ്മൾ ട്രാക്ക് സൂട്ട് അടിച്ചപ്പോ നിനക്ക് മറ്റേ വെള്ള ഇതും ഈ സാധനമൊക്കെ ഫ്രീ. അല്ല ഇയാൾ ഒരു ടീഷർട്ട് മേടിച്ച് 2 വർഷം കഴിഞ്ഞപ്പോ ഒരു ബംഗാളിയെ റീലിനകത്ത് കിടന്ന് കളിക്കുന്നു. അപ്പം വൈകിട്ടായി. വാസ്കോ പുറത്തേക്ക് പോയി മുട്ട മേടിക്കാനാണ്. പക്ഷെ ഇവൻ എന്റെ അടുത്ത് വൈകുന്നേരം ചായ കുടിക്കാൻ പോയപ്പോ ഇവന് ദോശ തിന്നണം എന്ന് പറഞ്ഞിട്ടിരുന്നു. ഇവന് ക്രേവിംഗ് ഒന്നും, ഇവന് ഡയറ്റ് ആണല്ലോ. എന്നിട്ട് ഇവൻ ഇപ്പൊ മുട്ട മേടിക്കാൻ ഇറങ്ങി. എന്തോ ദോശയുടെ അരി പിറുപിറുത്തുകൊണ്ട് ഇറങ്ങി. അപ്പൊ എന്റെ ബലമായ സംശയം ഇവൻ ഒറ്റയ്ക്ക് ദോശ നമ്മൾ ഇതാണ്, കാരണം നമ്മളത് കയ്യോടെ പൊക്കാം. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി പുറകെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അവന്റെ RC കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അങ്ങേര് ഉള്ളിൽ ഹോട്ടലിന്റെ ഉള്ളിൽ കയറിട്ട് പൊക്കാം. ഗൈസ് വണ്ടി കണ്ടോ, കൊമ്പാത്തിന്റെ വണ്ടി കൊമ്പന്റെ വണ്ടി എടുത്ത് പോയായിരുന്നു. ഇതാണ് കട. അപ്പൊ അളിയ നീ ബസ് കയറിയ It was at this moment that he knew. He fucked up. വെയിറ്റ് ഒക്കെ ലൂസ് ആവുന്നുണ്ടോ? സെറ്റ് അല്ലേ? നമ്മുടെ വ്ളോഗിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിരിക്കും. നമ്മള് സ്പൈ ഇറക്കിയതാ. അല്ല മുട്ട മേടിക്കാൻ പോന്ന് പറഞ്ഞ നീ ഇവിടുന്ന് പൊട്ടിച്ച് പൊരിച്ചോ? മനുഷ്യനെ എന്നോട് ആദ്യം ഒരു ഇതിട്ട് വന്ന് അളിയ വണ്ടി ഒന്ന് മുട്ട മേടിക്കാൻ പോകണം. അയ്യോ മുട്ട എന്തിനാ നീ ഇവിടുന്ന് പൊട്ടിച്ച കഴിക്കു വന്നു ആണല്ലേ? ഞാനിടും. ഇല്ല ഇതിടും. ഇത് വ്ളോഗ് വരും. ഇത് വരും. ഇല്ല വരും. ഇതിടും. ഇല്ല കട്ടാക്കുന്നില്ല. ഇത് 6 ഇതിൽ വന്നില്ല. എന്റെ സ്റ്റോറിയിലും വരും. ടാറ്റ. ഗൈസ്, അങ്ങനെ ബൂട്ട് ക്യാമ്പിലെ പല കള്ളന്മാരെയും പല കാര്യങ്ങളും ഇവിടെ പൊക്കിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നി എന്റെ ഒരു പിഞ്ച് മനസ്സിലായി. ഞങ്ങൾ രണ്ടിനും ഈ ഒരു പിഞ്ച് മനസ്സിൽ ഇവിടെ ആക്കിയിട്ട് ഇത്രയും വലിയൊരു എന്നിട്ട് ഇതിൽ അറിയാത്തൊരു സംഗതി ഉണ്ട് കേട്ടാ. ഇതും പറഞ്ഞ എന്റെ ഭീഷണി മേടിച്ച് പൊറാട്ടയും ചിക്കൻ കറിയും സോഡയും കഴിച്ചവനാണ് ഒരു സിംഗിൾ ഓംപ്ലേറ്റും. നമ്മള് ഞാൻ കഴിച്ചില്ല. ഞാൻ അഭിമാനിയാ. ഞാൻ മിണ്ടിട്ട് പോലില്ല അവരോട്. എനിക്ക് പണിഷ്മെന്റ് ഹൃദയത്തിലെ ടച്ച് ചെയ്ത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. ഇനി അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. നമ്മൾ എല്ലാവരും കൂടെ കവർ ചെയ്ത വ്ളോഗും കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഒരു ഫുള്ളി പാക്ഡ് വ്ളോഗ് ആയിരിക്കും ഇനി മുതൽ നമ്മുടെ വീട്ടോക്സിൽ വരാൻ പോകുന്നത്. ഈ സമയം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.